നമസ്കാരം. ദിവ്യ സയ്യർക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ പിണറായി സർക്കാർ. സർവീസ് ചട്ട ലംഘനം ഏത് IAS ഓഫീസർ നടത്തിയാലും അക്കാര്യത്തിൽ ഇരട്ട നീതി പാടില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നതും ഇരട്ടത്താപ്പ് നയമാണ്. അതെന്തായാലും ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയുകയുമില്ല. IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വർഗീയ ചേരിതിരിവിന് ശ്രമിച്ചതിന് മുതിർന്ന IAS ഓഫീസറായ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തതും ശരിയായ ഒരു നിലപാട് തന്നെയാണ്. എന്തായാലും ഒരു IAS പദവിയിൽ ഇരുന്നുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് വർഗീയ ചേരിതിരിവ്. തന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയ ഗോപാലകൃഷ്ണൻ ഫോണിലെ മുഴുവൻ വിവരങ്ങളും കളഞ്ഞതിനു ശേഷം മാത്രമാണ് ആ ഫോൺ പരിശോധനയ്ക്ക് നൽകിയത്, അതും ഫോറൻസിക് പരിശോധനയ്ക്ക്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കള്ളക്കളി എന്താണെന്ന് ഏകദേശം വ്യക്തമായി. യുവ IAS ഓഫീസറായ പ്രശാന്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ പ്രശാന്ത് ചെയ്തതും പ്രത്യക്ഷത്തിൽ നോക്കിയാൽ തെറ്റ് തന്നെയാണ്. കാരണം മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ജയതിലക് എത്ര മോശപ്പെട്ട ആളായാലും പരസ്യമായി അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുന്നത് പ്രശാന്തിന് ഒഴിവാക്കാമായിരുന്നു. അതേസമയം ഇത്തരം ഒരു പരസ്യ പ്രതികരണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്തായാലും അതിന് വഴിയൊരുക്കിയത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ പക്ഷപാതപരമായ നിലപാട് മൂലമാണ്. അതും ഈ ഘട്ടത്തിൽ ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. ദിവ്യ സയ്യർക്ക് മുൻ ചീഫ് സെക്രട്ടറി ആയ വേണു വഴിവെച്ചു കൊടുത്തതാണ് ഇത്രയും പ്രശ്നമായത്. ദിവ്യ സയ്യർക്ക് ഒരു രീതി, പ്രശാന്തിന് മറ്റൊരു രീതി എന്ന് പറയുന്നതിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം പ്രശാന്ത് ചട്ടലംഘനം നടത്തിയെങ്കിൽ IAS ഉദ്യോഗസ്ഥയായ ദിവ്യ സയ്യർ മുമ്പ് നടത്തിയ ചട്ടലംഘനത്തിന് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നതും ബന്ധപ്പെട്ടവർ മറുപടി പറയേണ്ടതാണ്. അങ്ങനെ ഒരു നടപടി മുമ്പ് ദിവ്യ സയ്യർക്കെതിരെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ഒരു ചട്ടലംഘനം പ്രശാന്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ലായിരുന്നു. മന്ത്രിയായിരിക്കെ K രാധാകൃഷ്ണനെ ദിവ്യ ആലിംഗനം ചെയ്യുകയും ആ ഫോട്ടോ എടുത്ത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ദിവ്യയുടെ ഭർത്താവ് ശബരിനാഥും ആ ഫോട്ടോ പ്രചരിപ്പിക്കുകയും ചെയ്തത് സിവിൽ സർവീസ് ചട്ടങ്ങൾക്കും പ്രോട്ടോകോളിനും എതിരായിട്ടും ഒരു വിശദീകരണം പോലും ഇക്കാര്യത്തിൽ സർക്കാരോ ചീഫ് സെക്രട്ടറിയോ, അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണു പോലും ദിവ്യ സയ്യറോട് വിശദീകരണമോ മെമ്മോയോ കൊടുത്തിട്ടില്ല. ആലിംഗനം പോലുള്ള പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും കാണിക്കാൻ IAS ഓഫീസർമാർക്ക് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് സാധിക്കുകയില്ല. അത് ദിവ്യയ്ക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. ആ പരിമിതി അറിയാമായിരുന്നിട്ടും അത് പാലിക്കാതെ ദിവ്യ പ്രവർത്തിച്ചത് പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നു എന്നത് ഉറപ്പാണ്. ആ അഭിപ്രായം രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ മാത്രമല്ല IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വരെ ശക്തമായിട്ടും അത് കണ്ടില്ല എന്ന മട്ടിൽ അന്നത്തെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണു നടിച്ചു. അങ്ങനെയാണ് അന്ന് വേണു ദിവ്യ സയ്യരെ രക്ഷിച്ചുകൊണ്ട് പെരുമാറിയത്. ഇന്ത്യൻ സിവിൽ സർവീസ് പരിശീലന കാലയളവിൽ തന്നെ പറയുന്നത് മന്ത്രിമാർ ഉൾപ്പെടെ ഏത് ആളായാലും ഷേക്ക് ഹാൻഡ് മാത്രം നൽകുക, അല്ലാതെ മറ്റു ഒരു തരത്തിലും ശരീരത്തിൽ സ്പർശിക്കുവാൻ പാടില്ല എന്നതാണ്. ഷേക്ക് ഹാൻഡ് നൽകുന്നത് പോലും അപ്പുറത്തെയുള്ള ആൾ കൈനീട്ടിയാൽ മാത്രമാണെന്നും IAS പരിശീലന കാലയളവിൽ പഠിപ്പിക്കുന്നതാണ്. ഈ പാഠം മറന്നാണ് ദിവ്യ സയ്യർ പ്രവർത്തിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡ് കേഡറിലെ കളക്ടറായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് വന്നപ്പോൾ നടപടി നേരിട്ടതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടാകില്ല എന്ന ദിവ്യയുടെ പ്രതികരണം ചീഫ് സെക്രട്ടറിക്ക് മുഖവിലേക്ക് അന്ന് എടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ ചീഫ് സെക്രട്ടറി മുഖവിലേക്ക് എടുക്കാമെങ്കിൽ ശരിയെന്നും കരുതുന്ന കാര്യങ്ങളാണ് പറഞ്ഞതെന്ന പ്രശാന്തിന്റെ വാദവും ചീഫ് സെക്രട്ടറി മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. അതല്ലാതെ ദിവ്യ സയ്യർക്ക് ഒരു രീതി, പ്രശാന്തിന് മറ്റൊരു രീതി എന്നത് ശരിയായ നിലപാടല്ല. പ്രശാന്ത് നടത്തിയ ചട്ടലംഘനങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിയാണ് സസ്പെൻഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ജയതിലകിനെതിരെ പ്രശാന്ത് നടത്തിയ ആരോപണങ്ങൾ സർവീസ് ചട്ടങ്ങൾ വിരുദ്ധമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് ദിവസങ്ങളോളം മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് ഇടമൊക്കെയുണ്ടായി. അപ്പോൾ ദിവ്യ സയ്യർ ചെയ്ത പ്രശ്നം നല്ലതാണെന്നാണോ ചീഫ് സെക്രട്ടറി പറയുന്നത്? ചർച്ചയ്ക്ക് കാരണമാകുകയും വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തതായും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലൂടെ സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തിലും ചീത്തപ്പേരിന് കാരണമായതായും പ്രശാന്തിന്റെ പരാമർശങ്ങൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഐക്യത്തെ ഇല്ലാതാക്കുന്നതാണെന്നും കണ്ടെത്തുന്നുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ ഈ റിപ്പോർട്ട് മുൻനിർത്തിയാണ് പ്രശാന്തിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തത്. ഈ കണ്ടെത്തൽ എന്തുകൊണ്ട് ദിവ്യ സയ്യരുടെ പ്രവൃത്തിയിൽ കണ്ടില്ല എന്നതിന് ചീഫ് സെക്രട്ടറി മറുപടി പറഞ്ഞേ മതിയാവൂ. K രാധാകൃഷ്ണൻ ഒരു പാവമായതുകൊണ്ടാണോ പരാതി നൽകാതിരുന്നത്? ഒരു IAS ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട പരാമർശമല്ല പ്രശാന്ത് നടത്തിയതെങ്കിൽ
ഒരു IAS-കാരിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ട പ്രവൃത്തിയല്ല ദിവ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നത് വ്യക്തമാണ്. പ്രശാന്തിന്റെ പരാമർശങ്ങൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഐക്യത്തെ ഇല്ലാതാക്കുമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ കണ്ടുപിടുത്തൽ. പ്രശാന്തിന്റെ ഭാഗം അവിടെ നിൽക്കട്ടെ. ദിവ്യ സേർക്കെതിരെ 1 വർഷമായി സംഭവം നടന്നിട്ട് എന്ത് നടപടി താങ്കൾ സ്വീകരിച്ചുവെന്ന് ചീഫ് സെക്രട്ടറി പറയണം. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും എല്ലാം സോപ്പിട്ടാണ് ദിവ്യ IAS നിൽക്കുന്നത്. പ്രശാന്തിന്റെ കേസ് എന്തായാലും പ്രശാന്ത് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. കോടതിയിലേക്ക് പോകും. കൂടാതെ ദിവ്യ സാരുടെ ഈ കേസും കൂടെ കോടതിയിലേക്ക് പോകും. പോയി കഴിഞ്ഞാൽ കോടതി നേരെ കേന്ദ്രത്തിനോട് വിശദീകരണം ചോദിക്കുമ്പോൾ ദിവ്യ സാർക്കും ഒരു നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നത് ഉറപ്പ്.